പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഹൃദയം പൊട്ടിയാണ് ഹന്നമോൾ എന്ന് പറയുന്ന ഈ പൊന്നുമാലാഖയുടെ സങ്കടം വളരെ പ്രതീക്ഷയോടുകൂടി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. ജീവിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഈ പൊന്നുമോൾ, 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോൾ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ശാരീരിക വേദന കൊണ്ട് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വേദന സഹിച്ചു തിന്നുന്ന ഈ പൊന്നുമോളെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി മജ്ജ മാറ്റി വെക്കണം. ഒന്ന് സഹായിക്കണേ. എല്ലാരും സഹായിക്കണം. കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിലാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്, വേദനയൊക്കെയാണ്. സ്കൂളിലൊക്കെ പോകണമെന്ന് എല്ലാവരും പോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്നുണ്ട്. ഇപ്പൊക്കെ എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊക്കൊന്നും എന്നെ കൊണ്ട് ചികിത്സിക്കാനുള്ള ഇതൊന്നുമില്ല. എല്ലാവരും സഹായിക്കും. നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആരും രക്ഷപ്പെടുത്താനില്ല. ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്ടിലാണ്, ഏത് സമയം ഇടിഞ്ഞു വീഴാറായി. കീമോ കൊടുത്ത് രക്തം കൊടുത്തിട്ടാണ് ഈ പൊന്നുമോളെ ആറ്റ് നോക്കി വളർത്തി ഈ പൊന്നുമോളെ ഈ ഉപ്പ സംരക്ഷിച്ചു പോരുന്നത്. നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ പൊന്നുമോളെ അപകടമാവും. ഈ പൊന്നുമോൾക്ക് മരുന്ന് കയറ്റി വെക്കാൻ കഴിയാത്തത് കൊണ്ട്, കൈകൾക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഇസ്റ്റുല ചെയ്തിട്ട് ഇതിലൂടെ മോളെ കാണിച്ചു കൊടുത്തത്. ഇതിലൂടെയാണ് ഇപ്പൊ മരുന്ന് കയറ്റി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ, ഈ ഉപ്പാനെ സ്വന്തം മുക്തിയായി കണ്ട് എവിടെയോ നിൽക്കുന്ന ആളുകൾ ഒന്ന് സഹായിച്ചാൽ, ഒരു 10 രൂപയെങ്കിലും നൽകിയാൽ ഈ മോളെ മജ്ജ മാറ്റി വെച്ച് പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള, നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, നല്ല ദീനുള്ള കുട്ടിയാണ്, നല്ല സംസാരിക്കുന്നത്. ഈ കുട്ടിയൊക്കെ ഇങ്ങനെ കരയാന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട്. കരഞ്ഞുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ ഗതികേട് കൊണ്ട്. ഈ നെഞ്ചു പൊട്ടി സാറിലെ പൊട്ട സഹായിക്കും, നെഞ്ചു പൊട്ടി കരയുന്ന ഉപ്പയുടെ സങ്കടം ഒന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ ഈ കുടുംബം അനാഥമാവും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കുറ്റിപ്പുറം കടവത്ത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സെയ്തൽവിക്കയുടെ പൊന്നുമോൾ, 17 വയസ്സ് മാത്രമുള്ള ജീവിച്ച് കൊതിതീരാത്ത പൊന്നുമോൾ മിംസ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ക്യാൻസറിന് അടിമപ്പെട്ട് വല്ലാത്ത പ്രയാസത്തിൽ. ഇത് കാണുന്ന ആളുകൾ, ഈ വീഡിയോ ഇപ്പൊ കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ കുറെ കാലമായിട്ട് ഹോസ്പിറ്റലിലാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്, വേദനയൊക്കെയാണ്. സ്കൂളിലൊക്കെ പോകണമെന്ന് എല്ലാവരും പോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്നുണ്ട്. ഇപ്പൊക്കെ എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊക്കൊന്നും എന്നെ കൊണ്ട് ചികിത്സിക്കാനുള്ള ഇതൊന്നുമില്ല. എല്ലാവരും സഹായിക്കും. അടിമപ്പെട്ട് വല്ലാത്ത പ്രയാസത്തിൽ. ഇത് കാണുന്ന ആളുകൾ, ഈ വീഡിയോ ഇപ്പൊ കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, ഇത് കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് ആദ്യം നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു 10 രൂപ, ചായക്ക് മാറ്റിവെച്ച ഒരു 10 രൂപ മാറ്റി കൊടുക്കണേ. ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതീവ ഗുരുതരമായിട്ട് ഈ നാട്ടിലെ പൊന്നുമോൾ, സെയ്തലിക്കയുടെ പൊന്നുമോൾ മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. രക്തത്തിലും മൂത്രത്തിലും ഇൻഫെക്ഷൻ ബാധിച്ച് ശരീരവേദനയോടുകൂടി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഒരു ഇഞ്ചക്ഷൻ പോലും ശരീരത്തിൽ വെക്കാൻ കഴിയാതെ അതീവ പ്രയാസത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. ഇന്നലെയാണ് ഈ നാട്ടുകാർ പൊതുവായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. എന്റെ വീഡിയോ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കംപ്ലീറ്റ് ആക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ആ മോളെ സങ്കടം ഞാൻ വളരെ കൃത്യമായി കോളേജിൽ മിംസിൽ പോയ സമയത്ത് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ഈ സമയത്ത് അവതരിപ്പിച്ചില്ലെങ്കിൽ ആ മോളുടെ ജീവൻ അപകടത്തിലാവും. പിന്നെ ഈ നാട് വേദനിച്ചിട്ട് കാര്യമില്ല, പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. പടച്ചവന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ. ആയിരക്കണക്കിന് ജനങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി, മതജാതി ചിന്തകൾക്ക് അതീതമായി ഈ മദ്രസ കോമ്പൗണ്ടിൽ ഒരുമിച്ചിരിക്കുന്നത്. മഹല്ല് കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ഇന്നലെ ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റിയും അടക്കം 100 കണക്കിന് ആളുകൾ. ഞാൻ കോട്ടക്കലിലെ ആളുകളോട് പറയുന്നു, ഈ സമയം മുതൽ നിങ്ങൾ ഇറങ്ങണം. ഓട്ടോ തൊഴിലാളികൾ ഇറങ്ങണം, ബസ് മുതലാളിമാർ ഇറങ്ങണം, പ്രവാസികൾ ഇറങ്ങണം. കോട്ടക്കൽ ഏതൊക്കെ പ്രവാസികളുണ്ടോ നിങ്ങൾ എല്ലാവരും അടിയന്തര പ്രാധാന്യം
പ്രാധാന്യത്തോടുകൂടി ക്ലബ്ബുകൾ, കുടുംബ ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ മേഖലകളിലേക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണേ. ഒരു പൊന്നുമോളാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ആ കുട്ടി കരഞ്ഞിട്ടില്ല. ബോൾഡായിട്ടുള്ള, തന്റെ ഇടമുള്ള, ധൈര്യമുള്ള, ഞാൻ കരഞ്ഞാൽ എന്റെ ബാപ്പ കരയും, എന്റെ അനിയൻ കരയും, എന്റെ ഉമ്മ കരയും, ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ബോൾഡോട് കൂടി നിന്ന് അവസാനം പൊട്ടിക്കരയേണ്ടി വന്ന പൊന്നുമോൾ, മിടുക്കിയായിട്ടുള്ള മോൾ. ആ മോളോട് ഞാൻ ചോദിച്ചപ്പോ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ, എനിക്ക് എന്റെ ഉപ്പക്ക് മോളായിട്ട് നിൽക്കാൻ കഴിയണം, എന്റെ ഉമ്മാനെ കാണാൻ സാധിക്കണം, എന്റെ ആങ്ങൾക്ക് സഹോദരിയാവണം, എനിക്ക് ടീച്ചറാവണം എന്നുള്ള ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ പങ്കുവെച്ചത്. നമ്മൾ ഏറ്റെടുക്കണം. ഇത് കാണുന്ന പൊതുസമൂഹം, ആരുമില്ലാത്തവർക്ക്, ഒരാളുമില്ലാത്തവർക്ക്, ആശ്രയമില്ലാത്തവർക്ക്, അവസാനം ലോകത്തെവിടെയോ കിടക്കുന്ന കാരുണ്യ മനസ്സുകളാണ്. നിങ്ങളുടെ 10 രൂപയും നിങ്ങളുടെ 100 രൂപയും നൽകിയാൽ, ഈ നിമിഷം നൽകിയാൽ ഈ പൊന്നുമോളെ നമുക്ക് മാറ്റി ജീവനോടെ തിരിച്ചു കൊണ്ടുവരാം. 40 ലക്ഷം രൂപയാണ് ഈ നാടിനെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഇവർ ഇത്രയും കാലം നോക്കിയിട്ടുണ്ട്. ഇനി ഒരു മാർഗവുമില്ല. വലിയ തുകക്ക് മുമ്പിൽ ഈ നാടും ഈ ആളുകളും ഞാൻ